ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്ത് കണ്ടന്റാണ് എൻ്റെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ മുന്നിൽ പോണതൊക്കെ എൻ്റെ കണ്ടന്റാണ്. എൻ്റെ ഓരോ വീഡിയോസിനും ഓരോ കണ്ടന്റ് ഉണ്ട്. അത് നിങ്ങൾ അറിയാഞ്ഞിട്ടാണ് സത്യം പറഞ്ഞത്. ഈ നിൽക്കുന്ന ആളുകൾ എൻ്റെ കണ്ടന്റാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടുകട പോണ സുഖം ടൗണിൽ കട കിട്ടില്ല. ടൗണിൽ കട പോണ സമാധാനം നാട്ടുകടയും കിട്ടില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മുന്നിലൂടെ പോകുന്ന ഓരോന്നും ഓരോ വസ്തു, ഓരോ വാഹനങ്ങൾ, ഓരോന്നും എല്ലാം എൻ്റെ കണ്ടന്റുകളാണ്. അതൊന്ന് ഞാൻ ഓരോന്നും ഇങ്ങനെ വേർതിരിച്ച് പറയാന്ന് മാത്രം. എല്ലാതും നമുക്ക് പറയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, കൂടുതൽ ആൾക്കാരും ചിന്തിക്കണ വിഷയം എന്താണെന്നറിയോ? ഒരാളെ പറ്റി കുറ്റം പറയാന്നുള്ളത്. അല്ലെങ്കിൽ അതിൽ വേറൊന്നുമില്ല, കുറ്റമാണ് എല്ലാവരും നോക്കി കാണുന്നത്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ കുറ്റം പറയണത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം എനിക്ക് തന്നെ ഒരുപാട് കുറവുകളുണ്ട്. അതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ഇതൊന്നും തീരില്ല. ഈ റോഡ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക മനസ്സാണ്, ഒരു ദൈവമാണ് ശരിക്ക് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ പേരും ഡ്രൈവിങ് ശരിയായ രീതിയിൽ ചെയ്യണില്ല. അതാണ് സംഭവം. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ സമാധാനം തീരല്ല. കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിലും ഇല്ല. എന്നാൽ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നോക്കുമ്പോൾ അവർ കറക്റ്റ് റൂൾസ് പാലിച്ചിട്ട് തന്നെയാണ്, റോഡിൻ്റെ റൂൾസ് പാലിച്ചിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് അവിടെ, അതായത് അത് മാത്രമല്ല, റോഡിലെ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിട്ട് റോഡിലെ സൈൻ ബോർഡുകളുണ്ട്. പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും നോക്കണില്ല. സൈൻ ബോർഡ് എന്താണ്, അത്രയും കുടുങ്ങുമ്പോൾ മാത്രം അത് വഴി ബോർഡ് ഉണ്ടാവില്ലേ, ഓരോ ദൂരത്തേക്ക് പോകേണ്ട വഴികളിൽ ഓരോ ബോർഡ് ഉണ്ടാവും. ആ ബോർഡുകൾ മാത്രമാണ് ഇവർ ശ്രദ്ധിക്കാറ്. അല്ലാതെ ഇവർ റോഡിൻ്റെ സൈൻ ബോർഡും കാര്യങ്ങളും ഒന്നും ഇവർ ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെയാണ് തെറ്റ് പറ്റുന്നത്. ആരെയും ശ്രദ്ധിക്കാൻ വയ്യ. എനിക്ക് സമയമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. അതെങ്ങനെ നടക്കുക? നിങ്ങളെ ഇഷ്ടത്തിന് ജീവിച്ചോ, പക്ഷെ റോഡിൽ നിങ്ങൾ കറക്റ്റായിട്ട് റോഡിൻ്റെ മര്യാദകൾ പാലിച്ചിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയട്ടെ, മിനിഞ്ഞാന്നത്തെ പേപ്പറിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത്. അതിൽ 3-ാം സ്ഥാനം കേരളത്തിലാണ്. അപ്പോൾ ചിന്തിച്ചാൽ പോരെ, അപ്പോൾ അവിടെ ആരാവും കൂടുതൽ? ഈ 3-ാം സ്ഥാനം കേരളത്തിലാണ്, 1-ാം സ്ഥാനം എവിടെയും? അത് നമ്മുടെ മലയാളികൾ തന്നെയല്ലേ? എനിക്ക് തോന്നുന്നത് മലയാളികൾ തന്നെ ആവുന്നതാണ്. നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം കൂടിപ്പോയി. അക്ഷരത്തിൻ്റെ വിദ്യാഭ്യാസമോ എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് കൂടിപ്പോയി. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോണത്. ഇവിടെ ആദ്യം എങ്ങനെ ആയിരുന്നല്ലോ കേരളം? ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ രാജ്യമായിരുന്നു. ഇപ്പോൾ ഏകത്വത്തിൽ നിന്നും ഏതൊക്കെ രീതിയിലേക്ക് പോകുന്നുണ്ട് എനിക്കറിയില്ല. അതൊക്കെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞിട്ട് അതൊന്നും നടക്കില്ല, നമുക്ക് ശരിയാവില്ല അത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ മണ്ണാർക്കാട് എന്ന് മാത്രമല്ല, പാലക്കാട് എന്ന് മാത്രമല്ല, കേരളത്തിലുള്ള ഡ്രൈവർമാർ മൊത്തം വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. നിങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങൾ റോഡിൽ കാണാറുണ്ട്? അതൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പം അതിന് മാത്രമല്ലേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പം ഞാനെന്താ പറയണത്, കണ്ടത് ഞാൻ പറയാം. അത് കണ്ടത് നിങ്ങളും കാണുന്നുണ്ട്, ഞാൻ കാണാത്തത് പോലും നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, റോഡ് ഇപ്പോൾ ഒന്നാമത് എന്താ അറിയോ, നമ്മുടെ കേരളത്തിൽ വാഹനങ്ങൾ കൂടി വരികയാണ്. ഓരോ ദിവസവും ഇതേപോലെ ഒരു ദിവസം വെച്ചിട്ട് മിനിമം ഒരു 100 വാഹനങ്ങൾ കേരളത്തിൻ്റെ റോഡിൽ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. 100 എണ്ണം. അത് പോരാന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ മിനിമം പറയാം,
അപ്പോൾ ഈ റോഡ് കൂടെ പോകണമെങ്കിൽ ഇവര് റോഡിന്റെ റൂൾസ് എന്താണ്, ലൈൻ ട്രാഫിക് എന്താണ്, ഇതൊന്നും അറിയാതെയാണ് അവര് ഡ്രൈവ് ചെയ്യണത്. ബാക്കി പിന്നെ പറയാം. ശരിക്കും ഈ കാൽനട യാത്രക്കാർ ഏത് സൈഡാണ് പോകേണ്ടത് അറിയോ? ആ അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് കൂടെയാണ് പോകേണ്ടത് ശരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നേരെ വാഹനം വരുന്നത്, ഇനിയിപ്പോൾ വാഹനം ഇടിക്കാൻ വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എപ്പോഴും യാത്രക്കാർ വലതുവശം ചേർന്ന് പോവുക. അപ്പോൾ അവിടെ ഒരു ആൾ പോകുന്നുണ്ട്, അയാൾ പോണത് തെറ്റാണ്. കാരണം അവിടുന്ന് അയാളെ ബാക്കിലൂടെയാണ് വാഹനം വരുന്നത്. അപ്പോൾ ആ വാഹനത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തെ കാണാൻ കഴിയില്ല. സൈഡ് വെട്ടിക്കുമ്പോഴോ സൈഡ് മാറി പോകുമ്പോഴോ നിങ്ങൾക്ക് ആ വാഹനത്തിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം പോയതാണ് കറക്റ്റായ വഴി. അപ്പോൾ പൊതുജനങ്ങളോട് ഞാൻ പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇടതുവശം ചേർന്ന് പോവാതെ മുന്നോട്ട് പോകുമ്പോൾ വലതുവശം ചേർന്ന് പോവുക. ഇടതുവശത്ത് കൂടെ നിങ്ങൾ പോവുകയേ ചെയ്യരുത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കുക.